Today we will concentrate about the branch instructions like BRCS, BRCC, BRSH and BRLO. What is meant by branching instruction? There are mainly three different types of branching instructions. They are conditional branching instructions, jump instructions and subroutine calling. What do you mean by conditional branching instruction? The ability to control the program flow is one of the most fundamental and important aspect of assembly language program. Controlling the program flow means we instruct the microcontroller to jump from one address in the code to another, referred to as branching. അപ്പോൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിനകത്ത് നമ്മൾ പ്രോഗ്രാം ഫ്ലോ നോർമൽ സീക്വൻസ് ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്ന ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, ദെൻ ഓട്ടോമാറ്റിക്കലി തേർഡ് ലൈൻ വരും. ഈ നോർമൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷന് ഡീവിയേറ്റ് ചെയ്ത് വേറെ ഏതെങ്കിലും രണ്ട് ഇൻസ്ട്രക്ഷന് ബാക്ക്വേർഡോ അല്ലെങ്കിൽ കുറച്ച് ഇൻസ്ട്രക്ഷന് ഫോർവേഡായിട്ട് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ കോളിംഗ് ഇൻസ്ട്രക്ഷനിലേക്ക് പോവുക, വേറൊരു സബ് പ്രോഗ്രാമിലേക്ക് പോവുക, അല്ലെങ്കിൽ കുറേ മോർ ലൊക്കേഷൻസ് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ജമ്പ് ചെയ്യുക, ഇതുപോലുള്ള ഈ ഡീവിയേഷൻ വരുമ്പോഴാണ് അതിനെയാണ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഓപ്പറേറ്റ് based on the flag in the status registers. ഇപ്പോൾ സ്റ്റാറ്റസ് രജിസ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് 7 ഫ്ലാഗ്സ് ഉണ്ട്. അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0 ഫ്ലാഗ്, ക്യാരി ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, ഇതുപോലുള്ള ഫ്ലാഗിൻ്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്, കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്. Flags are automatically set in the status register after performing any operations. എങ്ങനെയാണ് ഈ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്? അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ്, ജസ്റ്റ് ലൈക്ക് അഡീഷൻ, സബ്ട്രാക്ഷൻ ഓർ ആൻഡ് ഇമ്മീഡിയറ്റ്, അതുപോലുള്ള അരിത്തമെറ്റിക് ഓർ ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഫ്ലാഗ് കണ്ടീഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യും. വെറൈറ്റി ഓഫ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. ക്യാരി ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ദെൻ ഓട്ടോമാറ്റിക്കായിട്ട് സൈൻ ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 0 ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ദെൻ ഇതുപോലെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. Some are redundant, means once the flags are set in the status register, there are variety of conditional branching instructions that can control the program flow. Some of the conditional branching instructions may seem redundant or repeated, but that is only because there is an unsigned and signed version. ഇവിടെ നമ്മൾ ചില കണ്ടീഷണൽ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് നോക്കുമ്പോൾ ഒരേപോലത്തെ പല ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാം. അതിൻ്റെ ആ ഒരു നമുക്ക് ശരിക്കും നോക്കിയാൽ റിപ്പീറ്റേഷൻ അല്ലേ നോക്കും. അപ്പം അതിനകത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സൈൻഡ് നമ്പേഴ്സിനും അൺസൈൻഡ് നമ്പേഴ്സിനും ഡിഫറെൻറ്റ് വേർഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ, BRSH, ബ്രാഞ്ച് ഈഫ് സെയിം ഓർ ഹയർ ഈസ് യൂസ്ഡ് വിത്ത് ആൻ അൺസൈൻഡ് വാല്യൂ. അപ്പം ഈ സെയിം കേസ് തന്നെ BRGE ഉണ്ട്, ബ്രാഞ്ച് ഈഫ് ഗ്രേറ്റർ ഓർ ഈക്വൽ, പെർഫോംസ് ദ സെയിം ടൈപ്പ് ഓഫ് കമ്പാരിസൺ ബട്ട് വർക്ക്സ് വിത്ത് എ സൈൻഡ് നമ്പർ. സൈൻഡ് നമ്പറിലാണ് ആ BRGE വരുന്നത്. ദെൻ നെക്സ്റ്റ്, today we will concentrate about BRCS and BRCC. Then BRSH and BRLO, ഈ 4 ഇൻസ്ട്രക്ഷൻസും ക്യാരി ഫ്ലാഗിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ദെൻ ഫസ്റ്റ് ഈസ് BRCS, ബ്രാഞ്ച് ഈഫ് ക്യാരി സെറ്റ്, മീൻ C is equal to 1. Then BRCC, branch if carry cleared, that is C is equal to 0. Then another instruction is branch if same or higher. Branch if same or higher means ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസിനകത്ത് സെയിം വാല്യൂ ആണ് അല്ലെങ്കിൽ ഹയർ വാല്യൂ ആണെങ്കിൽ ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. ദെൻ അവിടെ കമ്പയർ ചെയ്യുന്ന ഇൻസ്ട്രക്ഷനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് BRSHും BRLOയും വരുന്നത്. ബ്രാഞ്ച് ഈഫ് C is equal to 1, ബ്രാഞ്ച് ഈഫ് ലോ, the number is low.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BRLO ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യും. അപ്പോൾ BRSH ആൻഡ് BRLO ഇൻസ്ട്രക്ഷൻസ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ദ ടു നമ്പേഴ്സ് ആൻഡ് BRCC സിംപ്ലി ചെക്ക് ഇഫ് ദ ക്യാരി ഈസ് സെറ്റ് ഓർ നോട്ട്. ദെൻ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഷോർട്ട് ജമ്പ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഷോർട്ട് ജമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് നോർമൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷനിൽ 64 സ്റ്റെപ്സ് ബാക്ക്വേഡ് അല്ലെങ്കിൽ 63 സ്റ്റെപ്സ് ഫോർവേഡ് മൂവ് ചെയ്യാം. ദാറ്റ് ഈസ് -64 to +63. ഇനി നോർമൽ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ്, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് പ്രോഗ്രാം കൗണ്ടർ? ദ പ്രോഗ്രാം കൗണ്ടർ ക്യാരീസ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ഡീവിയേറ്റ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്? ക്യാരി വന്നു, ഇഫ് C is equal to then പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് വിൽ ബി ചേഞ്ച്ഡ് ടു പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് പ്ലസ് K. മീൻസ് ആ ഡീവിയേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. K+1 നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, K+1. If there is no change, there is no deviation, there is no subroutine, then automatically it will execute the next instruction, that is PC+1 simply. Normal sequence of operation. If C is equal to 0, then program counter similarly BRCC carry clear ആണ് എങ്കിൽ BRC C0 ആയിരിക്കും. അപ്പോഴെന്ന് വെച്ചാൽ പ്രോഗ്രാം കൗണ്ടർ കണ്ടന്റ് ചേഞ്ച്ഡ് ടു PC+ K+1. Otherwise it is next instruction, that is PC+1. Then BRSH means branch if same or higher. ബ്രാഞ്ച് ക്യാരി 0 ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഹയർ വാല്യൂയിൽ നിന്ന് ലോവർ വാല്യൂ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് that is C is equal to 0. Then in this instruction the carry flag bit in the register is used to make the decision whether to jump or not. അപ്പോൾ നോക്കുക, ബ്രാഞ്ച് ഈഫ് സെയിം ഓർ ഹയർ. സെയിം വാല്യൂ ആണെങ്കിൽ അവിടെ റിസൾട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് വരാം. ഹയർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും? ഹയർ മൈനസ് ലോവർ മീൻസ് ക്യാരി ഫ്ലാഗ് 0 ആയിരിക്കും. നെക്സ്റ്റ് ഈസ് BRSH. ഇൻ എക്സിക്യൂട്ടിംഗ് BRSH ദ ലേബൽ മീൻസ് നമ്മൾ ശരിക്കും അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. പക്ഷേ നമുക്കിവിടെ അഡ്രസ്സ് ഇപ്പോൾ പ്രോഗ്രാം എഴുതിക്കൊണ്ടിരിക്കുന്ന നോർമൽ സീക്വൻസ് നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളവിടെ ലേബലായിട്ട് കൊടുക്കും. അല്ല, ദ പ്രോസസ്സർ ലുക്സ് അറ്റ് ദ ക്യാരി ഫ്ലാഗ് ടു സീ ഇറ്റ് ഈസ് റൈസ്ഡ്. C1 ആണെങ്കിൽ ആ ലേബൽ വന്നിരിക്കുന്ന കണ്ടീഷനിലേക്ക് അത് ചേഞ്ച് ചെയ്യും. ഇഫ് ഇറ്റ് ഈസ് നോട്ട്, ദ CPU സ്റ്റാർട്ട്സ് ടു ഫെച്ച് and execute the instruction from the address of the label. Okay. Then for example, when we add two 8-bit numbers, there may be a carry. If the carry is generated, then C flag that is equal to 1. Then how can we save the C flag? ക്യാരി ഫ്ലാഗ് നമുക്ക് ഓട്ടോമാറ്റിക് 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് ക്യാരി ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓവർഫ്ലോ ആയി പോകും. 8 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 9th ബിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അത് ക്യാരി ഫ്ലാഗ് ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ ക്യാരി ഫ്ലാഗിന്റെ ഇൻഡിക്കേഷൻ അനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ആ രജിസ്റ്ററിൽ ക്യാരി 1 എന്നുള്ളത് നമ്മൾ തന്നെ മാനുവലായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. ദെൻ ഹൗ ക്യാൻ വി സേവ് ദ ക്യാരി? ബൈ ഇനീഷ്യലൈസിങ് എ രജിസ്റ്റർ to store 1 and increment the content of the register for the next addition if another carry is generated and save the value. Okay. അങ്ങനെ ഒരു രജിസ്റ്റർ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ രജിസ്റ്റർ അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യാനായിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് വിൽ സീ ആൻ എക്സാമ്പിൾ. LDI R16,0x65 65 എന്ന് പറയുന്ന വാല്യൂ R16 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ദെൻ ലോഡ് ഇമ്മീഡിയറ്റ് R17 വിത്ത് 0xA5. A5 ഈസ് സ്റ്റോർഡ് ഇൻ ടു ദ രജിസ്റ്റർ R17. Add R16, R17. Add the content of the register R17 to the content of the register R16 and save the result in the register R16. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ക്യാരി ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് 6+A എന്ന് പറയുന്നത് ഹയർ ബൈറ്റ്സ് തമ്മിൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ ക്യാരി ഫ്ലാഗ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്യാരി ഫ്ലാഗ് ഉണ്ട് എന്നുള്ളത് ഫ്ലാഗിൽ നോക്കിയിട്ടാണ് ഡിസിഷൻ ചെയ്യുന്നത്. ദെൻ BRCC ബ്രാഞ്ച് if carry is
ക്ലിയർ മീൻസ് ക്യാരി 0 ആണെങ്കിൽ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിയ ആൻസർ നമ്മൾ കൊണ്ടുപോയിട്ട് 0x555 എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ആൻസർ സ്റ്റോർ ചെയ്യുന്നു. സപ്പോസ് ഇഫ് ദർ ഈസ് എ ക്യാരി വി വാണ്ട് ടു സ്റ്റോർ ദ ക്യാരി. അപ്പോൾ ആ ഒരു രജിസ്റ്റർ അതിന് വേണ്ടിയിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കണം. ദാറ്റ് ഈസ് LDI R18,0x00 എന്ന് പറയുന്ന R18 എന്ന് പറയുന്ന രജിസ്റ്ററിൽ 00 ലോഡ് ചെയ്യുന്നു. രജിസ്റ്റർ ക്ലിയർ ചെയ്യാൻ പല ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് 00 എന്ന് പറയുന്നത് ഞാൻ ലോഡ് ചെയ്യുക ചെയ്യും. ദെൻ നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് R18. ഇവിടെ ക്യാരി ഉണ്ട് എങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ക്യാരി ഇല്ല എങ്കിൽ ആൻസർ സ്റ്റോർ ചെയ്യുക. ദെൻ ഹയർ ബൈറ്റ്സ് ആയ ക്യാരി നമ്മൾ 556ലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിമ്പിൾ പ്രോഗ്രാം ഫോർ 8-bit അഡീഷൻ, ബട്ട് ദ റിസൾട്ട് ഈസ് 16-bit. ഓക്കെ, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബൽ കോളം, നിമോണിക്സ് കോളം, അതുപോലെ തന്നെ ഓപ്പറാൻഡ് കോളം, കമൻസ് കോളം. അപ്പോൾ അത് കൃത്യമായിട്ടും ക്ലിയറായിട്ട് നമ്മൾ എഴുതണം. ഒരു കാരണവശാലും ഈ ലേബൽ കോളവും നിമോണിക്സിൻ്റെ കോളം തമ്മിൽ മിക്സ് ചെയ്ത് ഒരേപോലെ ആക്കി എഴുതരുത്. പിന്നെ കമൻസ് കോളം നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് മൂവ് ചെയ്ത് സെമി കോളനിട്ട് വേണം എഴുതാനായിട്ട്. ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് ഈ ഫിഗർ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.